അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് ഉമ്മമാർ, സഹോദരിമാരൊക്കെ ഓമനിച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് കറിവേപ്പില. കാരണം അത് ഓമനിച്ച് വളർത്തേണ്ട ഒരു ചെടിയാണ്. അത്രയ്ക്കും ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത്. കാരണം പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലരും ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണാം ഒരു പൂവ് പോലെ അവരുടെ പ്ലേറ്റിന്, അവരുടെ ഭക്ഷണത്തിൻ്റെ ചുറ്റും അവർ എടുത്തു വെക്കും. കാരണം അതവർ കഴിക്കില്ല, അതവർ അവസാനം ഒഴിവാക്കും. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ, ഈ ഇലയുടെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ഇത് കഴിക്കാതെ പോകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ കറിവേപ്പില കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഒരുപാട് രോഗങ്ങൾക്കുള്ള ശിഫയാണ് ഈ കറിവേപ്പില. മറ്റനേകം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തലയിലെ മുടി, താടി, ഇതിലൊക്കെ വരുന്ന അകാലനര, മുടി കൊഴിച്ചിൽ, അതുപോലെ മുടിക്കുണ്ടാകുന്ന ബലക്കുറവ്, കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ കറിവേപ്പില. അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായി ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മറ്റനേകം ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരുപാട് പണം ചിലവഴിക്കുന്നുണ്ട് അത് ചികിത്സിക്കാൻ. എന്നാൽ നമ്മുടെ ഒരുപാട് രോഗങ്ങൾ വരാതിരിക്കാൻ, അത് തടയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഇലയിൽ അതിനുള്ള പ്രതിരോധശേഷി, അത് ശിഫയാകാനുള്ള ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും പലരും പറയുന്നൊരു പരാതിയാണ്, പലർക്കും ഉണ്ടാകുന്നൊരു വിഷയമാണ്, ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പില വെച്ച് പിടിപ്പിച്ചിട്ട് അത് വളരുന്നില്ല, അത് ഉണങ്ങിപ്പോവുകയാണ്. അതിനുവേണ്ടി ഒരുപാട് വളങ്ങൾ ഞങ്ങൾ കടയിൽ നിന്നും വാങ്ങിയിട്ടു, എന്നിട്ടൊന്നും കറിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ വളരുന്നില്ല, ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ അതിന് നിങ്ങൾ കറിവേപ്പില കാട് പോലെ പന്തലിച്ച് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്ന ഈ ഒരു വളം നിങ്ങൾ ഇട്ടു നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിലും കറിവേപ്പില മരം വളരാത്ത ഈ പ്രശ്നം ഇതോടുകൂടി പരിഹാരമാകും. കറിവേപ്പിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തിലുള്ള മുൻഗാമികളടക്കം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഭക്ഷണത്തിൽ നല്ല രുചിയും നല്ല ടേസ്റ്റും നല്ല സ്വാദുമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഇലയാണ് ഈ കറിവേപ്പില. ഈ കറിവേപ്പില ലോകത്തിൽ തന്നെ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് അത് ഇന്ത്യയിലാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ ഈ കറിവേപ്പില ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നതും നമ്മുടെ കേരളത്തിലാണ്. എന്നാൽ ഇപ്പോൾ കറിവേപ്പിലയുടെ ഈ ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതിപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങളാണ് ഈ കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണമാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യ ഗുണം. നമ്മുടെ മുടി കൊഴിച്ചിലിന് ഇത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു മരുന്ന് ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മുടി കൊഴിച്ചിലിന് നമുക്ക് ഈ കറിവേപ്പില ഉപയോഗിക്കേണ്ടത്? അതിന് നമ്മൾ ആദ്യം ഈ കറിവേപ്പില കൊണ്ട് എണ്ണ തയ്യാറാക്കണം. എന്നിട്ടത് നമ്മുടെ മുടിയിൽ പുരട്ടണം. എന്നാൽ ഒരിക്കലും പിന്നീട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകില്ല. മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാകും, അകാലനര മാറിക്കിട്ടും, മുടിയുടെ ആരോഗ്യം വർദ്ധിക്കും, മുടിക്ക് നല്ല കട്ടിയുണ്ടാകും, മുടി പൊട്ടിപ്പോകില്ല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് ഈ കറിവേപ്പിലയുടെ എണ്ണ പുരട്ടുന്നത് കൊണ്ട് ലഭിക്കുന്നത്. ഇനി എങ്ങനെയാണ് കറിവേപ്പിലയുടെ എണ്ണ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ശുദ്ധമായ എള്ളെണ്ണ എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ള എണ്ണയിലും പറ്റും, എന്നാൽ ഏറ്റവും നല്ലത് ശുദ്ധമായ എള്ളെണ്ണ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഒരു അര ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ എടുക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എത്ര അളവാണോ എണ്ണ എടുത്തത്, അതായത് ഒരു ഗ്ലാസ് എണ്ണയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ഗ്ലാസ് നിറയെ നിങ്ങൾ ഈ കറിവേപ്പില എടുക്കുക. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് ആ എണ്ണയും ഈ കറിവേപ്പിലയും കൂടി നല്ലതുപോലെ നിങ്ങൾ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. എത്രത്തോളം ചൂടാക്കണം എന്ന് പറഞ്ഞാൽ, കറിവേപ്പില കറുത്ത് വരും.
അത് ചൂടായി കറുത്ത് വരുന്ന സമയം വരെ നിങ്ങൾ നല്ലതുപോലെ ഈ എണ്ണയും കറിവേപ്പിലയും ചൂടാക്കി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ അത് മാറ്റി വെക്കുക, ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ നിങ്ങൾ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലാത്ത ചൂടായാൽ ഉരുകാത്ത മറ്റേതെങ്കിലും ബോട്ടിലിലോ നിങ്ങൾ നല്ലതുപോലെ ഈ എണ്ണ നിങ്ങൾ അടച്ചു വെക്കുക. പിന്നീട് നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടത് മുടിയുടെ മുകളിലല്ല പുരട്ടേണ്ടത്. മുടി മുളക്കുന്ന ഭാഗമുണ്ടല്ലോ, തലയോട്ടിയുടെ ആ ഭാഗം, അവിടെ നിങ്ങൾ ഈ എണ്ണയിട്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ദിവസവും ഈ കറിവേപ്പില കൊണ്ട് തയ്യാറാക്കിയ ഈ എണ്ണ നിങ്ങൾ പുരട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും, അകാല നിര മാറിക്കിട്ടും, മുടി പൊട്ടിപ്പോകില്ല, മുടിക്ക് നല്ല കറുപ്പ് നിറമുണ്ടാകും. മാത്രമല്ല മുടിയുടെ ആരോഗ്യം വർദ്ധിക്കും, മുടി കൊഴിച്ചിൽ ഒരിക്കലും ഉണ്ടാകില്ല. ഇതെത്രയോ അനുഭവമുള്ളതാണ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ അറിയിക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പ്രത്യേകിച്ച് താരൻ, അത് ഞാൻ പറയാൻ മറന്നു, താരൻ ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഈ കറിവേപ്പിലയുടെ എണ്ണ. അതുപോലെ കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു നേട്ടമാണ് നമ്മുടെ ദഹനം മെച്ചപ്പെടും. അതായത് ദഹനത്തിനാവശ്യമായ കാർബസോൾ കോമ്പൗണ്ട്സ് ധാരാളമായിട്ട് ഈ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം മെച്ചപ്പെടാൻ ഈ കറിവേപ്പില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്കറിയാം, പലർക്കും കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് കറിവേപ്പില കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ ദേഷ്യമാണ്, അതവർക്കൊരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ അവർ അത് കഴിക്കാതെ അവരുടെ ഭക്ഷണത്തിൻ്റെ ആ പ്ലേറ്റിൻ്റെ ചുറ്റും അവർ ഒരു പൂ പോലെ കൂട്ടി വെക്കും. അതവർക്കതിൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ നിങ്ങൾ കറിവേപ്പില കിട്ടിയാൽ ഒരിക്കലും നിങ്ങളത് നഷ്ടപ്പെടുത്തി കളയില്ലേ. അത് ചവച്ചരച്ച് അങ്ങ് കഴിക്കുക. അത് നിങ്ങളുടെ വയറിന് ഏറ്റവും നല്ലതാണ്. വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്കത് ശിഫയാണ്. മാത്രമല്ല നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നത്. പഠനങ്ങൾ പറയുന്നത് ദിവസവും കറിവേപ്പില കഴിക്കുന്നവരുടെ വയറിൻ്റെ ആരോഗ്യം ശക്തിപ്പെടും എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചവച്ചരക്കാതെ കഴിക്കുന്ന പ്രത്യേകിച്ച് കട്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ, ബീഫ് പോലത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ദഹിക്കാതെ അവിടെ കിടക്കില്ല, വളരെ വേഗം അതൊക്കെയും ദഹിക്കും. ഇനി കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഷുഗർ രോഗികൾക്കൊക്കെ അവരുടെ ഷുഗർ കുറയാൻ അത് കാരണമാകും. നമുക്കറിയാം, ഇപ്പോഴത്തെ ഭക്ഷണ രീതി കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഷുഗർ രോഗമാണ്, പ്രമേഹ രോഗമാണ്. എന്നാൽ നിങ്ങൾ ദിവസവും കറിവേപ്പില നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾ കഴിക്കുന്ന കറിയിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നിങ്ങൾ താളിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഈ കറിവേപ്പില ഇട്ടുകൊണ്ട് നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കി ജീവിതത്തിൽ കഴിച്ചാൽ മതി. എന്നാൽ തന്നെ പ്രമേഹ രോഗം ഉള്ളവർക്ക് അത് മാറിക്കിട്ടുകയും പ്രമേഹ രോഗം വരാതിരിക്കാനും അത് കാരണമാകും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് കൊളസ്ട്രോൾ കുറക്കാൻ കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ്. അതായത് കറിവേപ്പില കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDLനെ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോളായ HDLൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണ്? ചീത്ത കൊളസ്ട്രോളും ഡയബറ്റീസുമാണ്. എന്നാൽ കറിവേപ്പില ദിവസവും കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ വാതത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക്, വാതരോഗമുള്ള ആളുകൾക്കും നീർക്കെട്ടുള്ള ആളുകൾക്കും നിങ്ങളുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളൊക്കെ മാറിക്കിട്ടും. കാരണം ഈ കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നീർക്കെട്ടും മാറിക്കിട്ടും. മാത്രമല്ല
നമ്മുടെ ബോഡിക്ക് ഒരു റിപ്പയറിങ് ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊരു ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നത് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഈ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ധാരാളം ഉണ്ടായാൽ ക്യാൻസർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റബ്ബ് സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കറിവേപ്പില കഴിച്ചാൽ മതി. അതായത് കറിവേപ്പിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാൻ പ്രധാനമായിട്ടുള്ള കാരണമായ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഇതിൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കും ഈ കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് കൊണ്ട്. മാത്രമല്ല നമുക്കറിയാം ഒരുപാട് ആളുകൾ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വന്നിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അതിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, സർജറി ചെയ്യുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ദിവസവും ഈ കറിവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്തക്കുഴലുകളിൽ വരുന്ന ബ്ലോക്കിനെ തടയാൻ ഒരു പരിധിവരെ ഈ കറിവേപ്പില കഴിക്കുന്നത് കൊണ്ട് അത് നമുക്ക് ഗുണകരമാകും. ഇനി വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണിത്. കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശപ്പുണ്ടാകുന്നത് കുറയും. അതായത് നമുക്ക് കൂടുതൽ വിശപ്പുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുക. എന്നാൽ ദിവസവും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ചേർത്തോ അല്ലാതെയോ കറിവേപ്പില കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറക്കാൻ നമുക്ക് സാധിക്കും, നമ്മുടെ ഭാരം കുറക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട്. എന്നാൽ ഇതോടൊപ്പം നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അതുപോലെ ഡയറ്റ് ഇതൊക്കെ കൺട്രോൾ ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പെല്ലാം പോകും, വെയിറ്റ് കുറയും എന്നൊക്കെ കരുതി ഈ കറിവേപ്പില മാത്രം കഴിച്ചാൽ പോരാ. നിങ്ങൾ എക്സസൈസ് നല്ലതുപോലെ ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ഈ കറിവേപ്പിലയും കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് ഫലം കിട്ടുകയുള്ളൂ. ആ കാര്യവും നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് എക്സസൈസ്. നമ്മുടെ ശരീരം രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ നല്ലതുപോലെ എക്സസൈസ് ചെയ്യണം. അത് ഓടുകയോ ചാടുകയോ കളിക്കുകയോ അല്ലെങ്കിൽ നീന്തുകയോ ഇങ്ങനെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും നിങ്ങൾ നിത്യവും എക്സസൈസ് ചെയ്യുക. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ കറിവേപ്പില തഴച്ചു വളരാൻ ഒരുപാട് ആളുകളും പറയുന്നൊരു പ്രശ്നമാണ്. അവരുടെ വീട്ടിൽ അവർ കറിവേപ്പില നട്ടുപിടിപ്പിച്ചു. അത് വളരാൻ വേണ്ടി ഓമനിച്ച് അതിനെ പോറ്റി ഒരുപാട് വളം അങ്ങാടിയിൽ നിന്നുമൊക്കെ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ടൊന്നും അത് വളരുന്നില്ല, ഉണങ്ങിപ്പോവുകയാണ്, വേര് പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ കറിവേപ്പില നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ അത് വളരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത്, സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗത്ത് നമ്മൾ ഈ കറിവേപ്പില നമ്മൾ നട്ടുപിടിപ്പിക്കുക. അല്ലാതെ തെങ്ങിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടാത്ത ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ നിങ്ങൾ ഒരിക്കലും ഈ കറിവേപ്പിലയുടെ മരം നട്ടുപിടിപ്പിക്കരുത്. സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് മാത്രം നട്ടുപിടിപ്പിക്കുക. എന്നാൽ മാത്രമേ അത് നമ്മുടെ വീട്ടിൽ വേര് പിടിച്ച് അത് വളരുകയുള്ളൂ. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് വളം ഇടുമ്പോൾ അതിൻ്റെ മുരട്ടിൽ നമ്മൾ ഇടരുത്. അതായത് തണ്ടിൻ്റെ നേരെ ചുവട്ടിൽ നമ്മൾ വളം ഇടരുത്. വളം ഇടേണ്ടത് അല്പം അകലം പാലിച്ചുകൊണ്ട് അതിൻ്റെ പരിസരത്തായി കൊണ്ട് വേണം നമ്മൾ വളം ഇടാൻ. ഇനി ഏത് വളം ആണ് ഇതിന് ഇടേണ്ടത്? ഏറ്റവും നല്ലത് ചാണകപ്പൊടി, അതുപോലെ കോഴിക്കാഷ്ടം. ഈ രണ്ട് വളം ആണ് കറിവേപ്പില മരം തഴച്ച് വളരാൻ ഏറ്റവും നല്ലത് എന്നാണ് ഇതിൻ്റെ ആളുകൾ പറയുന്നത്. അതുപോലെ കറിവേപ്പിലയുടെ മുകളിൽ വരുന്ന പുഴുക്കൾ, പ്രാണികൾ, ഇതൊക്കെയും കറിവേപ്പില നശിപ്പിക്കും. അതിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പുളിച്ച തൈര് ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്ത് അതിലേക്ക് ഈ തൈര് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി ആ വെള്ളം നിങ്ങൾ ഈ കറിവേപ്പില മരത്തിൻ്റെ ചുറ്റുഭാഗവും നിങ്ങൾ തെളിക്കുക. മാത്രമല്ല ആ വെള്ളം നിങ്ങൾ ഈ കറിവേപ്പില മരത്തിൻ്റെ എല്ലാ ഇലയിലും നല്ലതുപോലെ സ്പ്രേ ചെയ്യുക. നല്ലതുപോലെ മുഴുവനായിട്ടും സ്പ്രേ ചെയ്യുക. എന്നാൽ ഇത്തരത്തിലുള്ള പുഴുക്കൾ, പ്രാണികൾ, ഇങ്ങനെ ഇല നശിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും, പുഴുക്കളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും.
മാത്രമല്ല കറിവേപ്പിലക്ക് ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടായി വലിയ മരമാകാൻ അത് കാരണമാകുമെന്നും ഇതിനെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ എള്ളിൻ്റെ പൊടി, മൃഗങ്ങളുടെയൊക്കെ എല്ല് പൊടിച്ചത്, അതിൻ്റെ പൊടി നിങ്ങൾ ഈ കറിവേപ്പിലയുടെ മരത്തിൻ്റെ ചുവട്ടിലിട്ടാൽ അത് നല്ലൊരു വളമാണ്. അതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം, പഴകിയ കഞ്ഞിവെള്ളം കറിവേപ്പിലക്ക് നല്ലൊരു വളമാണ്. ഇതൊക്കെയുമാണ് കറിവേപ്പില തഴച്ച് വളരാൻ, ഒരുപാട് ഇലയുണ്ടായി വലിയ മരമാകാൻ നമ്മൾ ഉപയോഗിക്കേണ്ട വളങ്ങൾ. ഈ വളമൊക്കെ ചേർത്ത് നിങ്ങളുടെ വീട്ടിൽ കറിവേപ്പില നട്ടുപിടിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ ആഹാരത്തിൽ എല്ലാ ദിവസവും കറിവേപ്പില നിങ്ങൾ ചേർക്കുക. മാത്രമല്ല ഇത്തരത്തിൽ കറിവേപ്പിലയുടെ ഗുണങ്ങൾ അറിയാതെ അത് ഒഴിവാക്കി കളയുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.